എറണാകുളം പെരുമ്പാവൂരിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതിൽ ഒരാൾ കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. അസം മരിഗാൻ സരുജല സ്വദേശി റൈഹാനുദ്ദീനാണ് അറസ്റ്റിലായത്. ആധാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അസം സ്വദേശിയായ ഹാരിജുൽ ഇസ്ലാമിനെ നേരത്തെ പിടികൂടിയിരുന്നു. പെരുമ്പാവൂരിൽ മറ്റൊരു കേന്ദ്രത്തിൽ ആധാർ നിർമ്മാണം നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സനു, നേരത്തെ ഒരാളെ മാത്രമാണ് പിടികൂടാനായത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ മൊബൈൽ വിൽക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന കടയുടെ മറവിലാണ് ഈ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ഒരു സംഘം തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംഘം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ ഹാരിജുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാളെ മൊബൈൽ കടയുടെ മറവിൽ വ്യാജ ആധാർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റൊരു കേന്ദ്രത്തിൽ വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതിനിടെയാണ് ഇദ്ദേഹം അറസ്റ്റിലാവുന്നത്. അതായത് മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മൈത്രി എന്ന മൊബൈൽ ഷോപ്പിന്റെ മറവിൽ ആധാർ കാർഡ് നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആസം സ്വദേശിനി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റൈഹാനുദ്ദീൻ എന്ന് പറയുന്ന 20 വയസ്സുകാരനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം സ്ത്രീയുടെ പേരിൽ ഒരു പുരുഷന്റെ ചിത്രം വെച്ചിട്ടുള്ള ഒരു ആധാർ നിർമ്മിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന വേളയിലാണ് മറ്റൊരു അറസ്റ്റും കൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ച് നിരവധി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. ഇത് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ നാട്ടിൽ ആരൊക്കെ വരുന്നു, ആരുടെ കയ്യിലേക്ക് ഇത്തരം രേഖകൾ പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും IB ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് വിവരം. അവര് പോലീസ് സ്റ്റേഷനിലെത്തി ഇദ്ദേഹത്തെ ഇപ്പൊ പിടികൂടിയിരിക്കുന്ന പ്രതിനെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റേതെങ്കിലുമൊക്കെ കേന്ദ്രങ്ങളിൽ എവിടേക്കാണ് ഇത്തരത്തിലുള്ള ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്നത് വ്യാജ തിരിച്ചറിയൽ രേഖകളാണ്. ഇവരുടെ കൈകളിൽ നിന്ന് കിട്ടിയ ആധാർ കാർഡുകൾ 6ഉം വ്യാജമായിരുന്നു. തുടർന്ന് ഫോൺ കേന്ദ്രീകരിച്ച് സെൻട്രൽ IB നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ബംഗ്ലാദേശികളാണെന്നുള്ള വിവരം ലഭിച്ചത്. അതേപോലെ തന്നെ പെരുമ്പാവൂരിൽ കഴിഞ്ഞ ഒരു 30 ദിവസത്തിനിടെ 100-ലധികം ബംഗ്ലാദേശികളെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് കണ്ട സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളും അതേപോലെ പോലീസും ശക്തമായിട്ടുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത്.